കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ മർദ്ദിച്ചുവെന്ന കേസിൽ 2 ആഴ്ചയായി റിമാൻഡിൽ കഴിയുകയായിരുന്ന KSU നേതാക്കൾ പുറത്തിറങ്ങി. MC അതുൽ, അക്ഷയ്, ബിദുൽ ബാലൻ, അഹമ്മദ് യാസിൻ, CH മുബാസ് എന്നിവരാണ് ജയിൽ മോചിതരായത്. വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റമായിരുന്നു നേതാക്കൾക്കെതിരെ പോലീസ് ചുമത്തിയത്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദാണ് ജാമ്യം അനുവദിച്ചത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ KSU നേതാക്കളെ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഈ ജയിലിൽ ഇറങ്ങുന്ന ഈ സമയത്ത് തന്നെ മുബാസിന് ഫോൺ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സന്തോഷ വിവരം കൂടി നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. ഫോണ് കൈമാറുന്നു. വലിയൊരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട KSUവിന്റെ 5 കുട്ടികൾ, KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 5 കുട്ടികളെ ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ്. വധശ്രമത്തിന് കേസെടുത്തു. ഒരു വധശ്രമം നടന്ന അങ്ങനെ ഒരു കേസിന് പ്രസക്തിയില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കരിങ്കൊടി മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു സമരത്തിന്റെ ഭാഗമാണ്. ആ സമരത്തിന്റെ ഭാഗമായി നടത്തിയ കരിങ്കൊടി മാത്രം വെച്ച് നടത്തിയ ഒരു പ്രതിഷേധത്തിൽ ഈ കുട്ടികളെ ജയിലിലടക്കിയാണ്. ഇവിടെ മന്ത്രിയുടെ കള്ളപ്പരാതിയുടെ പുറകിലാണ് ജയിലിലടച്ചിരിക്കുന്നത്. ഇവിടെ നീതിയും ന്യായവും പാലിക്കേണ്ട ഒരു മന്ത്രി തന്നെയാണ് ഇത്തരത്തിലുള്ള കള്ളപ്പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.